ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു, രാഹു ശുക്രൻ ബുധൻ മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ഈ ഗ്രഹസ്ഥിതി വെച്ചുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം സംഭവിക്കാവുന്ന ദിവസമാണ്. പുതിയ വാഹനങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി നല്ല ഉല്ലസിച്ച് നടക്കുവാൻ താല്പര്യം വന്നിരുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ഈ ജാതകർക്കൊരു പോസിറ്റീവ് എനർജി വന്ന് ചേരുന്ന ദിവസമാണ്. മാതൃഗുണമൊക്കെ അനുഭവത്തിൽ നിൽക്കുന്നു. മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണെങ്കിലും അതും തരക്കേടില്ലാതെ പോകുന്നൊരു ദിവസമായിരിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസം. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരല്പം പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ സ്ത്രീ മുഖേനയുള്ള മനോദുഃഖം അനുഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരുടെ കാര്യം ചിന്തിക്കാം. ഈ ജാതകരെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ സുഖം സ്വസ്ഥത ദേവന്മ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല. ദാമ്പത്യ ജീവിത സുഖവും വർദ്ധിക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വലുതായിട്ട് തോന്നുമെങ്കിലും അത് പ്രാവർത്തികമാകണമെന്നില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പെൺമക്കളെ കൊണ്ടുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും അതും വിജയത്തിലെത്തുവാൻ സാധ്യത കുറവാണ്. മാരകമായ രോഗങ്ങളൊന്നും ഇവരെ പിടിവിടുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് നിലനിൽക്കുന്നു. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് നിലനിൽക്കുന്നു. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ഈ ജാതകരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ കൊണ്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. മാതാവിൽ നിന്നുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഈ ജാതകർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമില്ലെങ്കിലും ദോഷമൊന്നും വന്നു ചേരാത്തൊരു സാഹചര്യമായിട്ട് നിലനിൽക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ഒരു കാര്യവിജയം ഇവരുടെ തൊഴിൽ രംഗത്തുണ്ടായാൽ അത് തീർച്ചയായിട്ടും ഇവർക്ക് നേട്ടമുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ജാതകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. രോഗം, ശത്രുത, കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തൃപ്തികരമല്ല. മാരകമായ രോഗങ്ങളൊന്നും ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെ പിതാവ് മുഖേനയും ലഭിക്കാം. തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേനയും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിൻ്റെ സ്ഥിതി പൂർണ്ണമായിട്ടും തൃപ്തികരമല്ല. തൊഴിലിടങ്ങളിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. പക്ഷെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ വന്നാലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഈ ജാതകർക്ക് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നല്ല കാര്യങ്ങളെന്ന് മനസ്സിൽ തോന്നി അതിനുവേണ്ടി ധനം കണ്ടമാനം ചെലവഴിച്ച് കളയുന്നൊരു സാഹചര്യമാണ് ഈ ജാതകർക്ക് നിലവിലുള്ളത് എന്നുള്ളതും കൂടി മിഥുനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ ഒന്നും ഈ ജാതകരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് ഈ ജാതകർ അറിഞ്ഞിരിക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് അത്ര മെച്ചമായ സാഹചര്യത്തെ നൽകുന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഭാഗ്യം കൊണ്ട് ചിലർക്ക് നേട്ടങ്ങൾ വന്നു ചേരാം, ചിലർക്ക് ഭാഗ്യക്കേടുകളായി മാറുവാനും സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ വലിയൊരു പ്രതിസന്ധി ഈ ജാതകർ അനുഭവിക്കുന്നില്ല എങ്കിലും
ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ജാതകർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത്ര അനുകൂലമല്ല. സ്ഥിരം ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിലും സ്ഥിര ജോലി അല്ലാത്തവർക്കൊക്കെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ അവരെ ജീവിതത്തിൽ ശരിക്കും ബാധിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഈ ജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളെയൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പലപ്പോഴും ഇവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ടാണ് അനുഭവപ്പെടുക എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും കർക്കിടകക്കാർക്ക് ഈ തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. നയനരോഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അലസത, കാര്യതടസ്സം, തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസം, അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവ് ചോദകൾ, സാഹസ്യ പ്രവൃത്തികൾ, അന്യദേശവാസം, മാതൃക്ലേശം, അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ളവരുമായിട്ട് കലഹിക്കുക, സ്ത്രീകളുമായിട്ട് കലഹിക്കുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. തൊഴിൽപരമായിട്ടുള്ള സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു. ഒരുപക്ഷെ തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും മക്കൾക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുഖേന ധനവരവിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേന ഈ ജാതകർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെങ്കിൽ അതൊക്കെ അഭിപ്രായ വ്യത്യാസത്തിലും കലഹത്തിലും എത്തിച്ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതുമാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്കുള്ളത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഇവരെ ശരിക്കും വേട്ടയാടുന്നുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു സമ്മിശ്രമായ ജീവിത സാഹചര്യമായിരിക്കും തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസം ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, മാതൃഗുണം, അതുപോലെ തന്നെ ഈ ജാതകരുടെ കുടുംബം മുഖേന കാര്യവിജയം, ബന്ധുക്കൾ മുഖേന കാര്യവിജയം. അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ കാര്യവിജയം കൊണ്ട് ഒരുപക്ഷെ ഈ ജാതകർക്ക് നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല. ചിലപ്പോൾ ഇവർക്ക് തിക്താനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിവും വേണം. കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകും. അതായത് കുടുംബം മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയോ മാതാവ് മുഖേനയോ കുടുംബം മുഖേനയോ ഒക്കെ ഉള്ള ഒരു കാര്യവിജയം നടക്കും. പക്ഷെങ്കിൽ ആ കാര്യം വിജയിക്കുമ്പോൾ ഈ ജാതകർക്ക് വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപക്ഷെങ്കിൽ വലിയ നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല. ചിലപ്പോൾ അത് ഭൂമി കൊണ്ടുള്ള നേട്ടമാണെങ്കിൽ അത് ഉണ്ടാകത്തില്ല. മറ്റു വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അനുഭവമായിരിക്കും തിങ്കളാഴ്ച ദിവസം കന്നിക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനത്തിൻ്റെ അമിതമായ ചെലവ് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന അപമാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ തിങ്കളാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ധനനേട്ടവും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന, മാതാവ് മുഖേന, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു സൗഭാഗ്യമായ നേട്ടം, ഭാഗ്യമായ അനുഭവം ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അത് തൊഴിൽപരമായിട്ടും ദാമ്പത്യ ജീവിതം കൊണ്ടുമൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്, പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേന ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നേട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവമായിരിക്കും ഇക്കാര്യത്തിലുണ്ടാകുന്നത്. സൂക്ഷ്മതയോടുകൂടി വേണം ഇടപെടുവാൻ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ടെൻഷനൊക്കെ അടിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളുക. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് അവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. തൊഴിലിൽ നിന്നും വലിയ വരുമാനം ഉണ്ടാകും. വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമാണെന്നില്ല. അവിടെ ഒരു വിഷയമുണ്ടാകും. പക്ഷേ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും തൊഴിൽ കൂടി വലിയ അധ്വാനമില്ലാതെ വരുമാനവും ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല
എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഈ തിങ്കളാഴ്ച ദിവസം അവർക്ക് അതിൻ്റേതായ നേട്ടം വന്നു ചേരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയിൽ കൂടി കഴിഞ്ഞു പോകുന്നവർക്ക് ഒരു നേട്ടം തിങ്കളാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. അതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം. ധനുക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇതിനിടയിൽ ഒരു ആശ്വാസമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുക. ധനുക്കൂറുകാരുടെ വേറൊരു പ്രശ്നം, അവരുടെ മക്കളുടെ തൊഴിൽ രംഗം മൗഢ്യത്തിലാണ്. അതായത് അവരുടെ മക്കളൊക്കെ ജോലിയില്ലാതെ ചിലപ്പം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാർച്ച് 29 കഴിയണം ആ തൊഴിൽ രംഗം മക്കൾക്ക് പുതിയ ജോലിയൊക്കെ കിട്ടാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുന്നത് മാർച്ച് 29 കഴിയണം. അങ്ങനൊരു വിഷയം കൂടി ഉണ്ട്. അതും ധനുക്കൂറുകാരെ അറിഞ്ഞുകൊള്ളൂ. അവരുടെ മക്കൾക്കൊക്കെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 29 കഴിയുമ്പോഴേ അതൊക്കെ ജോലി കാര്യങ്ങളൊക്കെ റെഡിയാകുള്ളൂ എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും വലിയ കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല. പിന്നെ അവർക്ക് ആശ്വാസം എന്ന് പറയുന്നത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നതിനെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ സ്ത്രീകൾ മുഖേനയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, മാതാവ് മുഖേനയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് ധനുക്കൂറുകാർ ഇപ്പോൾ കടന്നു പോവുക. നേട്ടങ്ങൾ വന്നു ചേരാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേങ്കിൽ എല്ലാ വഴികളും അനുകൂലമായി തുറക്കുന്നില്ല. കടബാധകളും ചെറിയ രീതിയിലുള്ള കടബാധകളും പ്രശ്നങ്ങളും രോഗങ്ങളുമായിട്ട് കഴിഞ്ഞു പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണ് തിങ്കളാഴ്ച ദിവസവും ഈ ജാതകർക്ക് വന്നു ചേരുക എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടം, ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ, ദാമ്പത്യ ജീവിത വിജയം, നല്ല ആരോഗ്യം, സമ്പൽ സമൃദ്ധി, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതൃഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ, തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ഒരു പോരായ്മയുണ്ട്. ഈ ജാതകർ തൊഴിലിടങ്ങളിൽ ക്രമക്കേടുകളൊന്നും കാണിക്കരുത്. കാണിച്ചാൽ ജയിൽവാസം വരെ അനുഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ആ ഒരു പ്രതിസന്ധി എല്ലാ നേട്ടങ്ങൾ വരുമ്പോഴും മനുഷ്യജീവിതത്തിൽ ഇങ്ങനെയാണ്. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുമ്പോഴെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒരു ദോഷം പതിഞ്ഞു അല്ലെങ്കിൽ പാത്തിരിക്കും, അല്ലെങ്കിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ തലയിട്ടാൽ നമ്മൾ പോക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുമ്പോൾ ഒരു ദോഷം എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. ആ ദോഷമായിരിക്കും ചിലപ്പോൾ നമ്മളെ ചാടി പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുക. അപ്പോൾ ഇങ്ങനെയൊരു ദോഷം, ഇപ്പം തിങ്കളാഴ്ച ദിവസം 7-ൽ ചന്ദ്രൻ നിൽക്കുന്നു. എല്ലാം കൊണ്ടും നേട്ടം അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. നല്ല ബലമുള്ളൊരു ചന്ദ്രനാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധൻ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ തൊഴിലിൻ്റെ കാരക ഗ്രഹമാണ്. അപ്പോൾ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് ഒരു ക്രമക്കേടോ പ്രതിസന്ധിയോ വന്നു ചേർന്ന് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ തിങ്കളാഴ്ച ദിവസം രോഗം, ശത്രുത, കടബാധകളാൽ വലിയൊരു പ്രയാസമോ ഭാരമോ ഒന്നും അനുഭവിക്കാൻ സാധ്യതയില്ല. ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ സുഖവും സ്വസ്ഥത ഏകദിനമൊന്നും അത്ര അനുകൂലമായ സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത അനുഭവങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. കുടുംബത്തിൽ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ബന്ധുക്കൾ മുഖേനയുള്ള ധനവരവ് ചിലപ്പോൾ കലഹത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അനുകൂലവും പ്രതികൂലവുമായി വന്നു ചേരാം. അതും സൂക്ഷിക്കണം. പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാം. ദൈവാധീനം കൊണ്ടും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ട കാര്യം ബന്ധുക്കൾ മുഖേനയുള്ള ധനവരവ്, അത് സൂക്ഷിക്കണം. അത് കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാക്കുവാൻ സാധിച്ചേക്കാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തേക്കാം എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഇടപെടൽ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നടത്തുവാൻ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിലും ഇടപെട്ടാൽ ജീവിത വിജയം അല്ലെങ്കിൽ വിജയം കൈവരിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പുത്രഗുണം അനുഭവത്തിൽ വന്നിരുന്ന ദിവസം, സ്ത്രീകൾ മുഖേന ഒരു കാര്യത്തിലേർപ്പെട്ടാൽ വിജയിക്കുന്ന ദിവസം, മാതാവ് മുഖേന ഒരു കാര്യത്തിലേർപ്പെട്ടാൽ വിജയിക്കുന്ന ദിവസം, അങ്ങനെ കാര്യവിജയം കൊണ്ട് ജീവിതം അപൂർത്തിപ്പെടുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഒരു പക്ഷേ ഇവരുടെ തൊഴിൽ കൊണ്ടുള്ള വരുമാനം ഇവർക്ക് തികയുന്നില്ല. സ്ഥിരജോലി
ഉള്ളവർക്ക് ബാധകമല്ല. സ്ഥിര ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇവർക്ക് തികഞ്ഞു പറ്റുന്നില്ല. കടം മേടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും വന്നു ചേരുന്നുണ്ട്. തൊഴിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധി ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ മനുഷ്യർക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം മനുഷ്യരുടെ മനസ്സിലുണ്ടാകുവാൻ വേണ്ടി ചിലപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു ചേരും. അപ്രകാരമുള്ളൊരു അനുഭവം തിങ്കളാഴ്ച ദിവസം വന്നു ചേരുന്നു. ഏതൊരു കാര്യത്തിലും ഏർപ്പെട്ടാൽ വിജയം കൈവരിക്കും. ആ വിജയം കൊണ്ട് ഒരു സന്തോഷവും ഒരു പ്രത്യാശയും ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായി അവരങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ തിങ്കളാഴ്ച ദിവസം സ്ത്രീകൾ മുഖേന, മാതാവ് മുഖേന, പുത്രന്മാർ മുഖേനയൊക്കെ ഉള്ളൊരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കാര്യവിജയം കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അത് മുഖേന ധനവരവും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും മെച്ചമല്ല. കുടുംബത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാകണമെന്നില്ല. ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. ഭാഗ്യക്കേടുകളൊക്കെ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.